കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് CPM നാളെ നടത്താനിരിക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഇത്തരം ഒരു പന്തൽ നിർമ്മിച്ചത്. അതൊരു നടു റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്. ആ പ്രധാനപ്പെട്ട റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് പന്തൽ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ പന്തൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ KSRTC ബസ് വരികയും പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരികയും ശ്രീകണ്ഠാപുരത്തേക്ക് പോകേണ്ട KSRTC ബസ്സാണ് ഇവിടെ എത്തുകയും ചെയ്തത്. അപ്പോൾ ഇതിന് മുൻപ് ഒരു ബസ്സിനെ ഇവർ ഈ പന്തലിൻ്റെ ഭാഗം ഉയർത്തി കൊടുത്തു. ആ ബസ് മുന്നോട്ട് പോയി. പക്ഷേ KSRTC ബസ് വരുന്നത് കണ്ടില്ല. അങ്ങനെ ഈ പന്തൽ താത്തിയപ്പോൾ KSRTC ബസ് വന്നിടിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് പന്തൽ നിർമ്മിക്കുന്ന ഒരാൾ ഇതിന് മുകളിലുണ്ടായിരുന്നു. അയാൾ ആ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് റോഡിലേക്ക് വീഴുകയും ചെയ്തു. അയാൾക്ക് കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കേറ്റ ആളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ആളും കുഴപ്പമില്ല എന്ന് പറഞ്ഞിന്, വേറൊരാൾ പറഞ്ഞിന് കുഴപ്പമില്ല എന്ന്. ബാക്കി എനിക്കറിയില്ല. ഈടുന്ന് ഇങ്ങനെ മുറിഞ്ഞ് പിന്നെ കാക്കെന്തോ ഉളുക്കണ്ടെന്ന് പറഞ്ഞില്ല. പന്തൽ കെട്ടുമ്പോൾ അപ്പുറപ്പുറം ബ്ലോക്ക് ആക്കിയിട്ടില്ലേ പന്തൽ കെട്ടേണ്ടത്. ഇവർ ഒന്നും ബ്ലോക്ക് ആക്കിയിട്ടില്ല, ഒന്നുമില്ല. പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബസ് വണ്ടിയെ ജനങ്ങളെല്ലാം അടിയിൽ കൂടി പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ KSRTC മുട്ടി ചങ്ങ പെട്ടെന്ന് തായിൽ വീണ്. ബസ്സിലാകും അത് മൈൽ പോകുന്ന ബസ്സപ്പാ. അതിൻ്റെ അകത്ത് യാത്രക്കാരൻ അധികം ഒന്നും ഉണ്ടായിട്ടില്ല. 2-3 കോഴിക്കോട് ബസ് പ്രൈവറ്റ് പോയി. അതിന് ഈ ലഗേജ് വെക്കുന്നതൊന്നും ചെറുതല്ല. മറ്റേ KSRTCന് ലഗേജ് വെക്കുന്ന സാധനം കുറച്ച് പൊക്കല്ല. അത് വലിച്ചിട്ടാണ് പൊട്ടിയത്. ഇരുമ്പിൻ്റെ കമ്പിയാണ് ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഒരാൾ താഴെ വീണത്. പക്ഷേ ഇത് വേറെ ആരുടെ ദേഹത്ത് വീണില്ല. വേറെ ആരുടെ ദേഹത്ത് വീണായിരുന്നൊരു വലിയ അപകടം ഉണ്ടായേനെ. വലിയ രീതിയിൽ ആളുകൾക്ക് പരിക്ക് പറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായേനെ. പക്ഷെ അത് ഉണ്ടായില്ലെന്നത് ആശ്വാസകരമാണ്. നാളെ LDFിൻ്റെ നേതൃത്വത്തിൽ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം നിഷേധിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരമാണ്. അത് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടിയാണ്. ആ പരിപാടിക്ക് വേണ്ടി നിർമ്മിച്ച പന്തലാണ്. പക്ഷേ അത് അശാസ്ത്രീയമാണ്. കാരണം നടുറോട്ടിലാണ് ഇങ്ങനെ ഒരു പന്തൽ നിർമ്മിക്കുന്നത് എന്നതാണ്. ഏതായാലും ഈ പരിക്ക് പറ്റിയ ആളുടെ കഴുത്തിനും മുട്ടിനും പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.